നമസ്കാരം. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ തല്ലുന്നതാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. കേന്ദ്രം ദുരന്തമുണ്ടാകും എന്ന് ഒരാഴ്ച മുമ്പ് തന്നെ നിർദ്ദേശം നൽകിയെന്നും അത് സംസ്ഥാന സർക്കാർ കൃത്യമായി ജനങ്ങളെ അറിയിച്ചില്ല എന്നും ദുരന്തമുണ്ടാകുന്നതിന്റെ ആ ദിവസം രാവിലെ മാത്രമാണ് ദുരന്തമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും മാറ്റിപ്പാർക്കണം എന്നുള്ള നിർദ്ദേശമൊക്കെ നൽകിയത് എന്നതൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇങ്ങനെ തമ്മിൽ തല്ലുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത് മാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച വളരെ വലുതാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് കേന്ദ്ര സർക്കാർ റെഡ് അലേർട്ട് കൊടുക്കാത്തത് കൊണ്ട് മാത്രമല്ല, മറിച്ച് വർഷങ്ങളായി ദുരന്ത സാധ്യത നിലനിൽക്കുന്ന ഒരു പ്രദേശത്തിന് വേണ്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുക്കാത്തതാണ് ഈ ദുരന്ത കാരണം എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കേന്ദ്ര ഏജൻസികളെ ഇനി അഥവാ സംസ്ഥാന സർക്കാരിന് വിശ്വാസമില്ല എങ്കിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ടിൽ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നതായി ദേശീയ മാധ്യമങ്ങളടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. 4 വർഷം മുമ്പ് ഈ പ്രദേശത്തെ ദുരന്ത സാധ്യത ചൂണ്ടിക്കാട്ടി കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി റിപ്പോർട്ട് നൽകിയതായിട്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ദേശീയ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ മേഖലയിലെ 4000 കുടുംബങ്ങളെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കണം എന്നത് തന്നെയായിരുന്നു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഇന്ന് നടന്ന പാർലമെന്റ് സമ്മേളനത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ള 4000 പേരെ മാറ്റിപ്പാർപ്പിക്കണമെന്ന നിർദ്ദേശം കേരള സർക്കാർ അവഗണിച്ചതായി BJP നേതാവും ബാംഗ്ലൂരു സൗത്ത് MP-യുമായിട്ടുള്ള തേജസ്വി സൂര്യയാണ് ഇപ്പോൾ പാർലമെന്റിൽ ഇക്കാര്യം ആരോപിച്ചിരിക്കുന്നത്. 100 കണക്കിന് ആളുകളുടെ ജീവൻ കവർന്ന ദുരന്തത്തിന് സംസ്ഥാന സർക്കാരാണ് കാരണമെന്നും വിദഗ്ധ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും സർക്കാർ തള്ളിക്കളഞ്ഞെന്നും തേജസ്വി സൂര്യൻ സഭയിൽ തുറന്നടിച്ചു. എന്നാൽ ഇന്ന് പത്രസമ്മേളനത്തിൽ സംസാരിച്ച കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ കേന്ദ്രം റെഡ് അലേർട്ട് നൽകാത്തത് കൊണ്ടാണ് ഈ ദുരന്തം നടന്നതെന്നതാണ് കുറ്റപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം പറയുന്നത് ഇങ്ങനെയായിരുന്നു, അതായത് കേന്ദ്രം നൽകിയ നിർദ്ദേശപ്രകാരം അവിടെ ചെറിയ മഴ മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ, ആ മഴയുടെ അളവ് കൂടിയതാണ് ഇവിടെ പ്രശ്നമായത് എന്നതൊക്കെയാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുന്നത്. പക്ഷേ കേന്ദ്രം നേരത്തെ തന്നെ, അതായത് ഒരാഴ്ച മുമ്പ് തന്നെ ഇവിടെ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ അമിത്ഷാ വ്യക്തമാക്കിയത്. എന്തായാലും കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ അത് കേന്ദ്രം എത്ര നോക്കിയാലും ഇല്ല എങ്കിലും സംസ്ഥാന സർക്കാർ കൃത്യമായി നോക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും സംരക്ഷിക്കേണ്ടതുമാണ്. ആ ഒരു വിഷയം മറന്നുകൊണ്ടാണ് കേന്ദ്രത്തെ തോൽപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ന്യായീകരണങ്ങൾ ഒരുക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും വിശദീകരണങ്ങളും കൊണ്ടൊന്നും ഈ നാട്ടിൽ ഇപ്പോൾ 270ഓളം ആളുകളാണ് മരിച്ചിരിക്കുന്നത്. അവരുടെ ഒന്നും ഈ മരിച്ച ആരും തിരിച്ചു വരാൻ പോകുന്നില്ല. അവർക്കൊക്കെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവരുടെ സുരക്ഷ ഒരുക്കേണ്ടത് ഇവിടുത്തെ സർക്കാർ സംവിധാനമാണ്. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന ഒരു വീഴ്ച, അതായത് സർക്കാർ സംവിധാനങ്ങളിൽ വലിയ വീഴ്ച തന്നെയാണ് വന്നിട്ടുള്ളത് എന്നതാണ് വ്യക്തമാകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ വീണ്ടും പരിഹസിക്കുന്ന തരത്തിലൊക്കെ പ്രതികരണം നടത്തുന്നുണ്ട്. അദ്ദേഹം ആദ്യമേ പറഞ്ഞതാണ്, പശ്ചിമഘട്ട മലനിരകളുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെയധികം ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും, കേരളം നാശത്തിന്റെ പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഗാഡ്ഗിൽ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞതാണ്. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് ഈ വിഷയം ഉണ്ടാകുമ്പോൾ അതിന് വിശദീകരണമായിട്ട് പറയുന്നത് ഇതൊക്കെ പണ്ട് മുതലേ കേൾക്കുന്ന കാര്യങ്ങളാണ്, അതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും ഇപ്പോൾ ഇത്തരത്തിൽ സ്വന്തം കാര്യം നോക്കി ഇങ്ങനെ നിലപാടുകൾ പറയുമ്പോൾ ഇവിടെ പൊലിഞ്ഞ ജീവനുകൾക്ക് ഉത്തരം ആര് പറയും എന്നതാണ് ചോദ്യം. എന്തായാലും ഇനിയിപ്പോൾ ഉണ്ടായ ദുരന്തത്തെക്കുറിച്ച് നമുക്കൊന്നും പറഞ്ഞാലും ഇല്ലെങ്കിലും അതിൽ നഷ്ടപ്പെട്ടവരുടെ നഷ്ടം ഉണ്ടായവർക്ക് ഒന്നും മറുപടി നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ എങ്കിൽ പോലും ഇനിയെങ്കിലും മുന്നോട്ടുള്ള ജനങ്ങളുടെ ജീവിതം, ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മനുഷ്യരുടെ ജീവിതം അത് സർക്കാർ കൈകളിലാണ്, അത് വെച്ച് കളിക്കരുത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇപ്പോൾ നൽകാനുള്ളത്.